കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് വർത്തമാനം പറയുമ്പോൾ അയാൾ പറഞ്ഞൊരു അനുഭവമുണ്ട്. ഞാൻ അറിയുന്ന ആ കൂട്ടുകാരന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള അധ്യാപകൻ, കുട്ടികളോട് നന്നായി സംസാരിക്കുന്ന, നന്നായി ഇടപെടുന്ന ഒരു അധ്യാപകൻ, വിവാഹിതനായ ഒരാൾ ആത്മഹത്യ ചെയ്ത ഒരു ദാരുണമായ സംഭവമുണ്ട്. ആ സംഭവത്തിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഈ അടുത്ത് ഈ മാഷോട് ചോദിക്കേണ്ടായി, ഈ അധ്യാപകനോട് ചോദിക്കേണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, മാഷ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അയാൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അയാൾ ഡെയിലി വേജ് അധ്യാപകനായിരുന്നു, നന്നായി പാട്ടുപാടാൻ കഴിയുന്ന ഒരാളായിരുന്നു, കുട്ടികളോട് നന്നായി വർത്തമാനം പറയുന്ന ആളാണ്. പക്ഷേ അയാൾ നേരത്തെ പറഞ്ഞ പോലെ വിവാഹിതനാണ്. എന്നാൽ പോലും അയാൾ മരണത്തിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോ പറഞ്ഞു വെക്കുന്നത് അയാളുടെ നിരാശയാണ്. നിരാശയ്ക്ക് കാരണമെന്ന് പറയുന്നത് ഗവൺമെന്റ് ലിസ്റ്റിലൊക്കെ അയാളുണ്ട്, പക്ഷെ ഗവൺമെന്റ് ജോലി കിട്ടിയില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. മലയാളികളായ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. മാതൃഭൂമിയുടെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുണ്ട്, കേരളത്തിന്റെ ക്രൈം റെക്കോർഡ്സിന്റെ കണക്കെടുത്തുകൊണ്ട് മാതൃഭൂമി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ പത്രത്തിലൂടെ വന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഏതാണ്ട് 1,0646 പേരാണ് 2013 ആത്മഹത്യ ചെയ്തത്. 2023 അത് എത്തി നിൽക്കുമ്പോൾ അതിന്റെ കണക്ക് എന്ന് പറയുന്നത് 10,972 പേരാണ്. എന്ന് വെച്ചാൽ 1,25,000 പേർ ആത്മഹത്യ ചെയ്യുന്നു 2013 എങ്കിൽ 1,31,000 പേര് ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്, മലയാളികളുടെ സ്വന്തം നാട് മാറിയിരിക്കുന്നു എന്നൊരു അവസ്ഥയാണ്. നമ്മളത് തിരിച്ചറിയാതെ പൊയ്ക്കൂടാ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 25% വർധനവാണ് ഈ ഒരു 10 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ കണക്കിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും പുരുഷന്മാരാണ് എന്നുള്ളതാണ്. 80% പുരുഷന്മാരാണ്. അതിൽ 57% വിവാഹിതരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്നത് പോലെ 77% ആളുകൾ ഏതാണ്ട് 45 വയസ്സിന് മുകളിലുള്ള ആളുകൾ കൂടിയാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അതിൽ നടുക്കം നേരിടുക. എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്തിന്റെ മൊത്തം കണക്കെടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ 1,00,000 അത് ഏതാണ്ട് 12.4 പേരാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കിൽ നിന്ന് 2.5 ഇരട്ടിയോളം മലയാളികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു എന്ന് നമ്മൾ കാണണം. മലയാളിയെ പറ്റി ഞാനും ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളാണ്, അല്ലെ? രാജ്യത്തിന്റെ നീതി ആയോഗിന്റെ കണക്കിൽ പലതിലും, വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുമ്പിലാണ്, ആരോഗ്യത്തിൽ നമ്മൾ മുമ്പിലാണ്. പക്ഷെ മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണെന്ന് ഒന്ന് പരിശോധിക്കണം. നമുക്ക് നോക്കാം. നമസ്കാരം, ബിനോജ് മാഷ് VC ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക്, പുതിയ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, കുടുംബാംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഒക്കെ വീഡിയോ എന്റെ പ്രിയപ്പെട്ടവർ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ വിവിധ ക്ലാസ്സുകളിലൂടെയുള്ള വിവിധ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപെടലിലൂടെ, അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ രക്ഷിതാക്കൾക്കുള്ള പരിശീലന ക്ലാസ്സുകളും അധ്യാപകർക്കുള്ള പരിശീലന ക്ലാസ്സുകളും കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും ഒക്കെ ആയിട്ടുള്ള യാത്രയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് ഞാൻ കൂടുതലും ഈ ഒരു വർത്തമാനത്തിലൂടെ, VC ടോക്സിലൂടെ പ്രിയപ്പെട്ടവരുമായി എപ്പോഴും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും അങ്ങനെ, അല്ലെ? എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു പൊതുവിടത്തിൽ ഞാൻ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിഷയം ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മലയാളിയും മലയാളിയുടെ മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ചുമാണ്, അല്ലെ? മലയാളി എല്ലാത്തിലും മുൻപന്തിലാണ്, നമുക്കറിയാം. ഞാനും അത് വളരെ അഭിമാനത്തോടെ എല്ലായിടത്തും പറയുന്നതാണ്, പങ്കുവെക്കുന്നതാണ്. രാജ്യത്തിന്റെ നീതി ആയോഗിന്റെ കണക്കിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, പൊതുഭരണ മികവിന്റെ കാര്യത്തിലൊക്കെ കേരളം വളരെ വളരെ മുൻപന്തിയിലാണെന്നുള്ളത്. പക്ഷെ പലപ്പോഴും ശാരീരിക ആരോഗ്യത്തിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും മാനസിക ആരോഗ്യത്തിൽ നമ്മൾ വളരെയധികം പുറകോട്ട് പോയിരിക്കുന്നു, പുറകിലാണ് എന്ന് പറയാതെ വയ്യ, അല്ലെ? നമുക്കറിയാം, ആളുകളൊക്കെ അച്ഛൻ വഴക്ക് പറഞ്ഞു എന്നറിഞ്ഞു മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് വിഷമിച്ച് കുട്ടി ആത്മഹത്യ ചെയ്യുന്ന, അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന, അമ്മ വഴക്ക് പറഞ്ഞു എന്നാലോചിച്ച് പെൺകുട്ടി വീട് വിട്ടു പോകുന്ന, ആത്മഹത്യയിലേക്ക് പോകുന്ന, അല്ലെ? പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ, കടക്കെണിയുടെ പേരിൽ, അങ്ങനെ, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ സഹപ്രവർത്തകൻ എന്തെങ്കിലും മോശമായി പറഞ്ഞു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ വർത്തമാനങ്ങൾ കേട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു നാടായി നമ്മൾ മാറിയിരിക്കുന്നു. വിഷമത്തോടെ തന്നെയാണ് ഞാൻ ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. തീർച്ചയായും ഇത്തരം വിവരങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. മലയാളികളുടെ മാനസികാവസ്ഥ ഈ രീതിയിലൂടെ പോകുമ്പോൾ
അല്ലെ? കണക്ക് നോക്കുമ്പോൾ രാജ്യത്തിന്റെ ആത്മഹത്യാ നിരക്കിന്റെ 2.5 ഇരട്ടി അധികമാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെ? കേരളത്തിൽ ഏതാണ്ട് 1,00,000-ൽ ഏതാണ്ട് 8,646 പേരാണ് 2013 ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് 1,00,000 പേരുടെ കണക്കെടുക്കുമ്പോൾ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് 10,972 10 വർഷക്കാലം കൊണ്ട് 2.5 ഇരട്ടിയാണ് ആത്മഹത്യയിലുള്ള വർധനവ്. എങ്ങോട്ടാണ് മലയാളിയും മലയാളിയുടെ മാനസിക ആരോഗ്യവും നമ്മളുടെ, എന്റെയും നിങ്ങളുടെയും ആകുന്ന നമ്മളുടെ, ഞാനും ഇതിൽ നിന്ന് വിഭിന്നനായ ഒരാളാണ് എന്ന് വിശ്വസിക്കുന്നില്ല, അല്ലെ? അപ്പോ നമ്മുടെ മാനസികാവസ്ഥ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കാതെ പോയിക്കൂടാ, നമ്മളൊന്ന് പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ്. മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിന്റെ ശക്തി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ മുൻപന്തിയിലുള്ള അല്ലെങ്കിൽ മുന്നേ അവതരിപ്പിച്ച വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സ് അല്ലെങ്കിൽ സ്വഭാവം. നമുക്കറിയാം നമ്മുടെ തലച്ചോറിന്റെ, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് നമ്മളുടെ മനസ്സ്. മനസ്സ് എന്ന് പറയുന്നത് എല്ലാമാണ്. മൈൻഡ് ഈസ് എവരിത്തിങ്, വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം. മനസ്സാണ് എല്ലാം. നിങ്ങൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അപ്പൊ ആ മനസ്സിന്റെ ശക്തി, ആ മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തേണ്ടത്, കരുത്തോടെ നിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഞാൻ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോടും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ക്ലാസ്സുകളിൽ പറയാറുള്ള ഒരു കഥയുണ്ട്. പാമ്പും തവളയും കൂടി വഴക്ക് കൂടിയ കഥ. പാമ്പ് പറയുന്നു ഞാനാണ് കേമൻ, തവള പറയുന്നു ഞാനാണ് കേമൻ. അപ്പൊ രണ്ടുപേരിൽ ആരാണ് കേമൻ എന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും കൂടി ഒരു പാടവരമ്പത്തൂടെ പോകുമ്പോൾ ഒരാളവിടെ കളക്കുന്നത് കാണുക. അങ്ങനെ ഈ കളക്കുന്നത് കണ്ടപ്പോ പാമ്പ് പറഞ്ഞു, ഞാൻ ആദ്യം പണിയൊപ്പിക്കാം, പക്ഷെ ഞാനൊരു പണിയൊപ്പിക്കുമ്പോൾ നീ അവിടുന്ന് മാറി നിൽക്കണം, ഞാൻ അവിടുന്ന് മാറി നിൽക്കാം, നിന്നെ അവര് കണ്ടോട്ടെ. ഇങ്ങനെ നീ പണിയൊപ്പിക്കുമ്പോ നീ അവിടുന്ന് മാറണം, എന്നെ അവര് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കളച്ചുകൊണ്ടിരിക്കുന്ന കർഷകന്റെ അടുത്ത് പോയി പാമ്പ് ഒരു കടി കടിച്ചു. വിഷമുള്ള പാമ്പാണ്. കടി കടിച്ച് പാമ്പ് മാറി. അയാൾ നോക്കുമ്പോ തവള അവിടെ ചിരിക്കുന്നുണ്ട്. തവളയെ കണ്ടപ്പോ അയാൾ വളരെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വീണ്ടും പണിയെടുക്കാൻ വേണ്ടി തുടങ്ങി. അടുത്ത ദിവസം തവള വന്നു. തവള എന്ത് ചെയ്തു? തവള ഇയാളെ കടിച്ചു. പാമ്പൊപ്പുണ്ട്. തവള കടിച്ച് തവള പെട്ടെന്ന് മാറി. ഇയാൾ തിരിഞ്ഞു നോക്കും, പാമ്പാ. എന്തുണ്ടായിന്നറിയോ? ഇയാൾ അവിടെ എങ്ങനെയാണോ വിഷം തീണ്ടിയാൽ സംഭവിക്കുക അതേ ഒരു അവസ്ഥയിലേക്ക് ഇയാളുടെ ശരീരം മാറി എന്നുള്ളതാണ്. മനസ്സിന്റെ പ്രാധാന്യം എത്രമേൽ വലുതാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ മനസ്സിന് നമ്മുടെ ശക്തി ഇല്ലാത്തൊരു അവസ്ഥ വന്നാലോ, നമ്മുടെ മനസ്സിന്റെ കരുത്ത് ഇല്ലാതായി പോയാലോ, മനഃശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയാലോ, അല്ലെ? അപ്പൊ നമ്മുടെ നമ്മൾ പറയും മനഃശക്തിയുള്ള ആൾക്ക് പർവ്വതത്തെ വരെ നീക്കാൻ കഴിയും എന്നൊക്കെ പറയാറുണ്ട്. മനഃശക്തി എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ്. മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. മനസ്സിന്റെ കരുത്ത് എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ കരുത്ത് നമുക്ക് എങ്ങനെയൊക്കെ വീണ്ടെടുക്കാം, അല്ലെങ്കിൽ മനക്കരുത്തുള്ളവരായി, മനഃശക്തിയുള്ളവരായി, മനസ്സിന്റെ ആരോഗ്യമുള്ളവരായി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കണക്ക് പ്രകാരം APAയുടെ ഈ പറയുന്ന DSMന്റെ ഒരു റഫറൻസ് ബുക്ക് ഉണ്ട്. ആ റഫറൻസ് ബുക്കിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ നമ്മുടെ ലോകത്ത് ആകമാനം തന്നെ കൂടുതൽ ആളുകളും മാനസിക പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളാണ്. പല ആളുകൾക്കും ഡിപ്രഷൻ ഉണ്ട്, കൂടുതൽ ആളുകൾക്കും ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്, ഒരുപാട് ആളുകൾ മൂഡ് ഡിസോർഡർ, ബൈപ്പോളാർ ഡിസോർഡർ പോലെയുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, കുറെ ആളുകൾ PTSD എന്നൊക്കെ രീതിയിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ OCD പോലെയുള്ള വിഷമങ്ങൾ, അങ്ങനെ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെന്ന് സമൂഹത്തിൽ ഭൂരിഭാഗവും. ലോകത്തിൽ 25% മുതൽ 50% വരെ ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ICDയുടെയും DSMന്റെയും ഒക്കെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. WHO പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇവിടെ WHO തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് മാനസിക ആരോഗ്യത്തെ നിർവചിക്കാൻ വേണ്ടി കഴിയുക? ഒരാൾക്ക് മാനസിക ആരോഗ്യമുണ്ട്, മെന്റൽ ഹെൽത്ത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം അയാൾക്ക് തന്റെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന സ്ട്രെസ്സുകളെ നേരിടാൻ വേണ്ടി കഴിയുന്നുണ്ടോ? തന്റെ ദൈനംദിന ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആൻസൈറ്റി വരുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ, മൂഡ് ഡിസോർഡർ ഒക്കെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസികാരോഗ്യമുണ്ട്. ഇത് പോരാ. ഇത് മാത്രമല്ല, അയാൾക്ക് തന്റെ ജോലി നല്ല പ്രൊഡക്റ്റീവായി, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ? കുട്ടികളാണെങ്കിൽ പഠനം നന്നായി ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ഇതുണ്ടെങ്കിൽ നമുക്ക് മാനസികാരോഗ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയും. ഇത് രണ്ടും മാത്രം പോരാ. ഒരാൾക്ക് തന്റെ കഴിവെന്താണെന്നും കഴിവുകേടെന്താണെന്നും തിരിച്ചറിയുന്നുണ്ടോ? തന്റെ പൊട്ടൻഷ്യൽ, തന്റെ കപ്പാസിറ്റി, തന്റെ കാപ്പബിലിറ്റി എന്താണെന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഒരു കുട്ടിക്ക്, ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് മാനസിക ആരോഗ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയുക. ഇത് 3 മാത്രമല്ല, ഒരെണ്ണം കൂടിയുണ്ട്. ഇതിനപ്പുറത്തേക്ക് തന്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടി അയാൾക്കുണ്ടോ? ഇത് 4 വരുമ്പോഴാണ് ഒരാൾക്ക് മെന്റൽ ഹെൽത്ത് ഉണ്ട്, മാനസിക ആരോഗ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയുക. നേരത്തെ പറഞ്ഞ കുറെ അസുഖങ്ങൾ പറഞ്ഞില്ലേ, അല്ലെ? കുറച്ച് അസുഖങ്ങൾ പറയണ്ടായി. DSMലൊക്കെ വിവരിക്കുന്ന അസുഖങ്ങൾ ഈ പറയുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ, ബൈപ്പോളാർ ഡിസോർഡർ, സ്കീസോഫ്രീനിയ, അതുപോലെ തന്നെ OCD, അതുപോലെ തന്നെ ന്യൂറോ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള കഴിഞ്ഞ എന്റെ വീഡിയോസിലൊക്കെ
ഐസെങ്ക് പോലെയുള്ള മനഃശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ അവസ്ഥകളുണ്ട്. സൈക്കോസിന്റെ വകഭേദങ്ങൾ, അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ ന്യൂറോസിന്റെ ചില വകഭേദങ്ങൾ, ഇങ്ങനെ പല അസുഖങ്ങളിലേക്കും നമ്മളൊക്കെ വഴിമാറി പോവാറുണ്ട്. ഈ അസുഖങ്ങളൊക്കെ മാറി നേരത്തെ പറഞ്ഞ പോലെ ഈ അസുഖങ്ങളൊന്നും ഇല്ലാതെ നേരത്തെ പറഞ്ഞ 4 ഗുണങ്ങളോട് കൂടിയ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വരാൻ വേണ്ടി കഴിയുന്നുണ്ടോ? അല്ലെ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ, ഇപ്പൊ നമ്മള് ബോളിവുഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഷാരൂഖ് ഖാനെ പോലെയുള്ള ആളുകൾ, ദീപിക പാദുകോണിനെ പോലെയുള്ള ആളുകൾ, മനീഷ കൊയ്രാലയെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരിലെ ഡേവിഡ് ബെക്കാമിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പഴയ ശാസ്ത്രജ്ഞരിലാണെങ്കിൽ നമ്മുടെ ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകൾ, ഹെൻറി കാവൻഡിഷിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഏറ്റവും കൂടുതൽ മലയാളിയായിട്ടുള്ള ഫഹദ് വരെ പറഞ്ഞു തനിക്ക് ADHD പോലെയുള്ള മാനസിക പ്രയാസങ്ങളുണ്ട്, അല്ലെ. അങ്ങനെ സണ്ണി ലിയോനെ പോലെയുള്ള ആളുകൾ, ശ്രദ്ധ കപൂറിനെ പോലെയുള്ള ആളുകൾ, അനുഷ്ക ശർമ്മയെ പോലെയുള്ള, ഞാൻ ഇവരൊന്നും വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇവരൊക്കെ പരസ്യമായി പറഞ്ഞതാണ്. സഞ്ജയ് ദത്തൊക്കെ പലപ്പോഴും തനിക്ക് സ്കീസോഫ്രീനിയയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് പൊതുവേദിയിൽ തന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇത് സംഭവിച്ച ആളുകളൊക്കെ ജീവിതത്തിൽ നിന്ന് ആകെ തകർന്നു പോയെന്നോ തളർന്നു പോയെന്നോ പുറകോട്ട് പോയെന്നോന്നല്ല, അതിലേക്ക് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മലയാളികൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കും ഇങ്ങനെ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മാനസിക കരുത്തിലേക്ക് വരിക? ഞാൻ ഒരുപാട് ആഴത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരു ചെറിയ ഡോസാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട്, എന്നെ കേൾക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാനുള്ളത് ഒരു ചെറിയ ഡോസാണ്. ആ ചെറിയ ഡോസ് നിങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും കേട്ടിരിക്കാം, അല്ലെ. ഡോസ് എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോൺസിനെ പറ്റിയാണ്. മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന് കൂടുതൽ കരുത്ത് പകരുന്ന ഹാപ്പി ഹോർമോണുകളെ പറ്റിയാണ് ഞാൻ ഇവിടെ ഒരു ഡോസ് എന്ന രീതിയിൽ പറയുന്നത്, അല്ലെ. ഈ ഹോർമോണുകളാണ് നമ്മളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിലെ, നമ്മുടെ വളർച്ച, നമ്മുടെ വികാസത്തിനൊക്കെ കാരണമാവും. നമ്മുടെ ഉറക്കത്തിന്, നമ്മളുടെ സെക്ച്വൽ റീപ്രൊഡക്ഷന്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിന്, നമ്മുടെ ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ബ്ലഡ് ഷുഗറുമായി ബന്ധപ്പെട്ട്, ഉറക്കമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചുമതലകൾ നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ കാരണമാകുന്നത് ഹോർമോണുകളാണ്. ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ് പലപ്പോഴും മാനസിക പ്രയാസങ്ങളായി വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഹോർമോണുകളെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഈ ഹോർമോണുകളുടെ ഇംബാലൻസ് വരാതെ ഇതിനെ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും? വളരെ ഈസി ആയിട്ടുള്ള മാർഗങ്ങളാണ്. വളരെ ഈസി ആയിട്ടുള്ള മാർഗങ്ങളാണ്. ഈ 4 ഹാപ്പി ഹോർമോണുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിലൊന്ന് ഡോപ്പമൈൻ എന്ന് പറയുന്നതാണ്, മറ്റൊന്ന് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒന്നാണ്, മറ്റൊന്ന് സിറോട്ടോണിൻ ആണ്, മറ്റൊന്ന് എൻഡോർഫിൻ ആണ്. അത് നമുക്ക് ഡോപ്പമൈനിലേക്ക് വരാം. ഡോപ്പമൈൻ എന്ന് പറയുന്നത് അതൊരു റിവാർഡ് കെമിക്കലാന്ന് പറയും. ഈ ഡോപ്പമൈൻ നമുക്ക് ഉണ്ടാവാനുള്ള കൊച്ചു സൂത്രങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, നന്നായി കുളിക്കുക എന്നുള്ളതാണ്. നന്നായി കുളിക്കുക, പേഴ്സണൽ കെയർ നന്നായി ചെയ്യുക, നന്നായി മുടി ചെയ്യുക, നന്നായി നല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കുക. പുതിയത് ധരിക്കുക, ഫാഷൻ ധരിക്കുക എന്ന അർത്ഥമൊന്നുമല്ല. ഉള്ളത് പഴയതാണെങ്കിൽ പോലും തേച്ച് വൃത്തിയാക്കി മനോഹരമായി വസ്ത്രം ധരിച്ച് നഖങ്ങളൊക്കെ ഒന്ന് വെട്ടി അല്ലെങ്കിൽ മുഖമൊക്കെ ഒന്ന് ചീന്തി മിനുക്കി നമുക്കൊരു ആത്മവിശ്വാസം ധരിപ്പിക്കാവുന്ന രീതിയിൽ ഒരു പേഴ്സണൽ കെയർ കൊടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഡോപ്പമൈൻ ഉണ്ടാവും എന്ന് പറയാ. കുളിക്കുന്നതിന് മുമ്പുള്ള നമ്മളും കുളിച്ചതിന് ശേഷമുള്ള നമ്മളുടെയും മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. കുളിമുറിയിലേക്ക് നമ്മൾ ഓടുമ്പോഴുള്ള നമ്മളും കുളിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മളും വ്യത്യാസമുണ്ട്. അവിടെ ഡോപ്പമൈൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു സൂത്രം എന്ന് പറയുന്നത്, ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ചെറുതായി ടു ഡു ലിസ്റ്റ് പോലെ എഴുതി തയ്യാറാക്കുക. അതെല്ലാം കൃത്യമായി ചെയ്തു എന്ന് നമ്മൾ ടിക്ക് ചെയ്യുക. ചെയ്തിൽ നമ്മൾ സന്തോഷിക്കുക. ഈ റിവാർഡ് കെമിക്കൽ ഡോപ്പമൈൻ നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ നേട്ടങ്ങൾ വരുമ്പോൾ ആ നേട്ടങ്ങളിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുക, അല്ലെ. ചെറിയ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടുകാരെ ഒന്നിച്ച് ഒത്തുകൂടി ഒരു ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക. ഈ ഡോപ്പമൈൻ ഉണ്ടാവും. എന്ത് എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കൂ. കുളിക്കുക, മനോഹരമായി വസ്ത്രം ധരിക്കുക, മുടിയൊക്കെ ചെയ്തി മിനുക്കുക, നഖം വിട്ടു, ഇതൊക്കെ ചെയ്താൽ ഡോപ്പമൈൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒന്ന്, അപ്പൊ ഡോപ്പമൈൻ റിവാർഡ് കെമിക്കലാണ്. രണ്ടാമത്തെ ഓക്സിറ്റോസിൻ, ലവ് ഹോർമോൺ എന്നറിയപ്പെടുക. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരാളോട് മിണ്ടില്ല, വർത്തമാനം പറയില്ല, എതിരെ വരുന്ന ആളോട് ഗുഡ് മോർണിംഗ് പോലും പറയില്ല. ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു നോക്കൂ, ഒരു ഷെയ്ക്കൻഡ് കൊടുത്തു നോക്കൂ, ഒരു നമ്മള് പരസ്പരം അറിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഹഗ് ചെയ്ത് നോക്കൂ. എന്തൊരു അവസ്ഥയാണെന്നറിയോ? നമ്മൾ അറിയാതെ നമ്മൾ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ലവ് ഹോർമോൺ ഉണ്ടാവും. ഒരാളെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ, ഒരാളെ നമ്മൾ നല്ലത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓക്സിറ്റോസിൻ ഉണ്ടാവും. നമ്മൾ ഈ കവിതയിലൊക്കെ പറയുന്നത് പോലെ, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന് അക്കിത്ത മാഷ് എഴുതി വെച്ചതുപോലെ, മറ്റുള്ളവരെ അഭിനന്ദിക്കുമ്പോൾ, മറ്റുള്ളവരെ അങ്ങോട്ട് പോയി വർത്തമാനം പറയുമ്പോൾ, ഇതുവരെ മിണ്ടാത്തവരോടൊന്ന് പോയി മിണ്ടുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഈ ലവ് ഹോർമോൺ ഉണ്ടാവും. ഇതിനുള്ള വിദ്യകൾ ഒരുപാടുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മൂന്നാമത്തത് സിറോട്ടോണിൻ ആണ്. സിറോട്ടോണിൻ എന്ന് പറയുന്നത് നമ്മളുടെ മൂഡ് സ്റ്റെബിലൈസർ ആയിട്ടുള്ള ഹോർമോൺ ആണ്. ഇതുണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? യാത്രകൾ പോവുക,
പുറത്തേക്ക് പോവുക. ഞാൻ യാത്രകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ സ്വിറ്റ്സർലൻഡിലേക്കോ അല്ലെങ്കിൽ വിയറ്റ്നാമിലേക്കോ വളരെ അകലേക്കുള്ള യാത്രകളെ പറ്റി ഒന്നും പ്ലാൻ ചെയ്യേണ്ടതില്ല. നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള പാടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ തൊട്ടടുത്തുള്ള പുഴ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ മനോഹരമായ പ്രകൃതി, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പ്രകൃതി രമണീയമായ ഇടങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ ഇറങ്ങി ചെന്നിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാ. നമ്മൾ നന്നായി വെയിൽ കൊണ്ടിട്ടുണ്ടോ? ചെറിയ വെയിലുകൾ, ഇളം വെയിലുകൾ, കാലത്തെ വെയിലുകൾ, വൈകിട്ടുള്ള വെയിലുകൾ നമ്മൾ കൊള്ളാൻ ശ്രമിക്കാറുണ്ടോ? ഈ രീതിയിൽ നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങി വെയിൽ കൊണ്ട്, മഴ കൊണ്ട്, അല്ലെങ്കിൽ പുഴ കണ്ട്, കുളം കണ്ട്, പാടശേഖരങ്ങളിലേക്ക് ഇറങ്ങി അല്ലെ ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങിയാൽ നമ്മളിൽ സിറോട്ടോണിൻ ഉണ്ടാവും എന്ന് പറയാ. ഒന്ന് ബോധോട് ശ്രമിച്ചു നോക്കൂ. അപ്പൊ സിറോട്ടോണിൻ നമുക്ക് മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുക, ചെറിയ ചെറിയ യാത്ര, വലിയതൊന്നുമല്ല, അമ്പലങ്ങളിലേക്ക് അല്ലെങ്കിൽ മനോഹരമായ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്ന ഇടങ്ങളിലേക്ക്, എത്ര ഇടങ്ങൾ നമുക്കുണ്ട്, യാത്രകൾ പോവുക. സിറോട്ടോണിൻ മൂഡ് സ്റ്റെബിലൈസർ നമ്മളിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യും, കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. നാലാമത്തെ എൻഡോർഫിൻ. എൻഡോർഫിൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതൊരു പെയിൻ റിലീവർ ആണ്, അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ ആണ് ആ ഒരു എൻഡോർഫിൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? നന്നായി ചിരിക്കുക എന്നുള്ളതാണ്. ചിരി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വയോജനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അത് നമ്മൾ ആ ക്ലാസ് മുറിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുക അവരെ കൊണ്ട് ചിരിപ്പിക്കുക എന്നുള്ളതാണ്. ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഹോർമോൺ, പെയിൻ കില്ലർ എന്ന് പറയുന്ന, പെയിൻ റിലീവർ എന്ന് പറയുന്ന എൻഡോർഫിൻ ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലെ? അപ്പൊ ചിരിക്കുക. അത് മാത്രമല്ല, പാട്ടൊക്കെ പാടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പാട്ടൊക്കെ ഒന്ന് പാടുക. നമ്മൾ പണ്ട് പാടി വെച്ചതാവും ക്ലാസ് മുറിയിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്കോ ഒക്കെ അവിടെ വെച്ച് നിർത്തിയതാവും. ജീവിതത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെയുള്ള തിരക്കിൽ അല്ലെ ഏറനാൾ ചെന്ന് കണ്ടൊരു സുഹൃത്തിനും നേരമില്ല സംസാരിച്ചു നിൽക്കുവാൻ, കവിതയുണ്ടെന്ന് കേൾക്കണോ വേണ്ടെന്ന് കവിത ഏറ്റവും പ്രിയമുള്ള കാമിനി, നിൽക്കൂ ഞാനൊരു മീൻ തരാം സമയമില്ല പറക്കുന്നു പൊന്മകൾ. തിരക്ക് പിടിച്ച കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ. ആ തിരക്കിൽ പണ്ടത്തെ ആ പാട്ടൊക്കെ അവിടെ വെച്ചു. പാട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുക, പാട്ട് പാടാൻ തുടങ്ങുക, നല്ല പാട്ടുകൾ കേൾക്കുക അല്ലെ. മനോഹരമായ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അതിനൊത്ത് ഡാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡാൻസ് ചെയ്യുക അല്ലെ. പാട്ട് കേൾക്കുകയും ഡാൻസ് ചെയ്യുകയും നന്നായി ചിരിക്കാനും ഒക്കെ തുടങ്ങിയാൽ, വേണമെങ്കിൽ അല്പം വ്യായാമങ്ങൾ, നടത്തം, ഓട്ടം പോലുള്ള ചെറിയ ചെറിയ വ്യായാമം കൂടി ചെയ്താൽ ഈ പെയിൻ റിലീവർ, പെയിൻ കില്ലർ എൻഡോർഫിൻ നമ്മളിൽ ഉണ്ടാവും. നോക്കൂ, 4 ഞാൻ പറഞ്ഞത്. ഡോസ്, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സിറോട്ടോണിൻ, എൻഡോർഫിൻ. സൂത്രങ്ങൾ വളരെ അല്ലെ എളുപ്പമുള്ള സൂത്രങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്ന് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളുടെ മാനസികമായ കരുത്ത്, മാനസികമായ ആരോഗ്യം നിലവിലുള്ളതിന്റെ 2.5 ഇരട്ടിയല്ല, നേരത്തെ പറഞ്ഞ 2.5 ഇരട്ടി ഉണ്ടല്ലോ, ആ 2.5 ഇരട്ടിയല്ല, 10 മടങ്ങ് ഇത് വർദ്ധിക്കും മാനസികമായ കരുത്ത്. നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ. ഓക്കെ, എന്തായാലും ഇത്തരം ശകലങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവെക്കണം. ഇതിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടെങ്കിൽ അല്ലെ, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടതാണെന്ന് തോന്നുന്നില്ല, അവർക്കൊന്ന് പങ്കുവെക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെ, ഞാനും ഇതിൽ നിന്ന് വിഭിന്നനായ ഒരാളൊന്നുമല്ല. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരടുത്ത് പങ്കുവെക്കുന്നു മാത്രമേ ഉള്ളൂ. അത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായി അത് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങൾ ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.